അല്ല പണ്ടേ ചൂട്ടും കത്തിച്ച് പിടിച്ചോണ്ടാ അന്തിക്ക് അച്ചി വീട്ടിലേക്ക് പോകുന്നത്. ഭാര്യ വീട്ടിലെ കാരണവര് എന്ന് പായെടുത്ത് മാറ്റുന്നോ അന്ന് സംബന്ധക്കാരൻ ഗെറ്റ് ഔട്ട്. പിന്നെ അച്ചി വീട്ടിലെ സംബന്ധക്കാരന് പുളിവടിക്കടിക്കണമെന്നാ പഴമൊഴി. ഓ, ഇതിനുള്ള മറുപടി പറയേണ്ടത് നീയാണോ ഞാനാണോ? ഞാൻ തന്നെയാ. ഉളുവടി ഇവിടെ ഇല്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ തല്ല. ഞാനാണ് സീനിയറായ അച്ചി വീട്ടിലെ സംബന്ധക്കാരൻ. അത് കഴിഞ്ഞ് മകന്റെ അച്ചി വീട്ടിൽ വന്ന് തൊരപ്പനയിലെ പോലെ തുരന്ന് ഫുഡ് അടിക്കുന്ന നിങ്ങളെ ഞാൻ തല്ല. എടാ അല്ല, രാജു ഒരു അന്തസ്സുള്ളവനായതുകൊണ്ടാ അവൻ അച്ചി വീട്ടിൽ താമസിക്കുന്നതിന് ഞാൻ എതിർപ്പ് പറഞ്ഞത്. അതുപോലല്ലോ നീ. നിനക്ക് അന്തസ്സും അഭിമാനം ഒന്നുമില്ലല്ലോ. എനിക്കില്ലാതെ പോയത് നീ കാരണോ? നീ പെറ്റ തള്ളക്ക് നാഴി വെള്ളം കൊടുക്കാതെ ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഞാൻ നിന്റെ കൂടെ അല്ലാതെ വേറെ എവിടെ താമസിക്കണോടാ? മനുഷ്യനെ നശിപ്പിക്കാൻ ചോദിച്ചൊരു തള്ള. എടാ, ഭാര്യ വീട്ടിൽ നിന്ന് 4 നേരം ഉരുട്ടി ഞണ്ടുന്നവനല്ലേടാ നീ. നീ ഈ കുടുംബത്തിലെ കാര്യങ്ങൾ വല്ലതും നോക്കുന്നുണ്ടാ? അനിയത്തിയുടെ വീട്ടിൽ പോയിരിക്കുന്ന ഭാര്യയെ കുറിച്ച് നീ അന്വേഷിക്കുന്നുണ്ടാ? എന്റെ ഭാര്യ ഞാനും തമ്മിലൊരു ബോണ്ടുണ്ട്. ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ബോണ്ടയുടെയും പരിപ്പുവടയുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിന്റെ അളിയനില്ലേ രാജു, അവന്റെ ജീവിതം തൊലഞ്ഞ്. ആ പെണ്ണും അവനുമായിട്ടുള്ള ജീവിതം അടിച്ചു പിരിഞ്ഞെന്ന്. ആ കാര്യം വല്ലതും അന്വേഷിക്കുന്നുണ്ടെന്നാ ഞാൻ ചോദിച്ചത് നിന്റെ കൂടെ. ഞങ്ങളുടെ മക്കളുടെ കാര്യം ഞങ്ങൾ ആലോചിച്ചോളാം. അതോർത്ത് നിങ്ങൾ തലപോയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ ആ പെണ്ണിനെ നിലവിളക്ക് കൊടുത്ത് ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് പിടിച്ചു കയറ്റിയത് ഞാനാ. അതുകൊണ്ടുള്ള സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. ജയ, ഇവരുടെ കാര്യത്തിൽ അടിയന്തരമായ ഒരു തീരുമാനം എടുക്കണം. മകളുടെ അമ്മായിമ്മയാണെന്ന് കരുതി എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. പറഞ്ഞേക്കാം. അമ്മേ, നിങ്ങൾ പെറ്റു വളർത്തിയ പോലെയല്ല ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. ആഹാരം കൊടുക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ അവർക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ നിങ്ങൾക്കതൊരു ആഘോഷമായിരിക്കാം.